കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത്? യാ, രാ, ലാ, വാ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതുവരെയല്ലേ പഠിച്ചത്? ഏതൊക്കെ പഠിച്ചു? യാ, രാ, ലാ, വാ. കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്യഞ്ജനാക്ഷരം ഷ. ഏതാ? ഷ. ഷ എഴുതാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ ആദ്യം ക, ക, ഘ പഠിച്ചില്ലയോ? ഓർക്കുന്നുണ്ടോ കൂട്ടുകാരി? ഘ എങ്ങനെ നമ്മൾ എഴുതി? നമ്മളെ എസ് പഠിച്ചില്ലേ ഇംഗ്ലീഷിൽ? നമ്മൾ അതിനെന്ത് എഴുതി? നമ്മള് ഘ എങ്ങനെ എഴുതി? അതിനെ നമ്മളൊന്ന് തിരിച്ചെഴുതി അല്ലേ? ഏതുവായി? വ്യഞ്ജനാക്ഷരം ഘ. എന്നിട്ട് എന്തോ ചെയ്യണം? അതിനെ അകത്തോട്ട് നമുക്കൊന്ന് ചുറ്റി വരക്കാം. എന്തുവായി? ഷ. എളുപ്പമല്ലേ പഠിക്കാൻ? മനസ്സിലാവുന്നുണ്ടോ? എന്തോ വായിക്കൂ? ഷ. എങ്ങനെ എഴുതാ? നമ്മളെ വ്യഞ്ജനാക്ഷരം ഘ അത് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് കർവ് പോലായി വീണ്ടും മുകളിലോട്ട്, വീണ്ടും അതുപോലെ താഴത്തോട്ട്. എന്നിട്ട് എന്തോ ചെയ്യണം? ഘ എഴുതിയ ശേഷം ഇവിടുന്ന് അകത്തോട്ട് ചുറ്റി വരക്കുക. ഷ. ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം നമ്മൾ ഘ എടുത്ത് എഴുതുക. എന്നിട്ട് അകത്തോട്ട് ഇവിടുന്ന് ചുറ്റി വരയ്ക്കുക. വ്യഞ്ജനാക്ഷരം ഷ. എളുപ്പമല്ലേ? ഘ എങ്ങനെ എഴുതി? അറിയാലോ കൂട്ടുകാർക്ക്, പഠിച്ചതല്ലേ? ഇങ്ങനെ വന്ന് അത് വീണ്ടും താഴത്തോട്ട്. ഘ എങ്ങനെ എഴുതി? മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴെ വന്ന് ഒരു കർവ്, അത് വീണ്ടും വളഞ്ഞ് വീണ്ടും താഴത്തോട്ട്. ഇത് ഘ. എന്നിട്ട് എന്തോ ചെയ്യണം? നമ്മൾ ഘ എഴുതി കഴിഞ്ഞ ശേഷം ഇതാ ഇവിടുന്ന് അകത്തോട്ട് ചുറ്റി വരയ്ക്കുക. ഇവിടുന്ന്. മനസ്സിലായോ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ഷ. എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ട് ആദ്യം എന്തോ ചെയ്യണം? ഘ അങ്ങ് അതുപോലെ എഴുതുക. പഠിച്ചത് ഓക്കെ ആണോ? ആദ്യം ഘ എഴുതുക. എഴുതിയോ? ഓക്കെ. എന്നിട്ട് എന്തോ ചെയ്യണോ? ഇവിടുന്ന് അകത്തോട്ട് ചുറ്റി വരയ്ക്കുക. ഇവിടുന്ന് അകത്തോട്ട്. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ഷ. എളുപ്പമല്ലേ? പറഞ്ഞുകൊണ്ട് എഴുതുക. ആദ്യം നമ്മൾ ഘ എഴുതുക. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് എഴുതുക. ഷ. കൈവിടാതെ എങ്ങനെ എഴുതാ? പെൻസിൽ എടുക്കാതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ, എന്നിട്ട് അകത്തോട്ട്. ഓക്കെ. വീട്ടിന്ന് പറഞ്ഞ് എഴുതുക. എന്തോ ഇന്ന് പഠിച്ചേ? വ്യഞ്ജനാക്ഷരം ഷ.